സ്നേഹം നിറഞ്ഞവരെ, SS ലോഗോസ് ക്വിസിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്ന് നമ്മൾ പഠിക്കുവാൻ പോകുന്നത് 1 സാമുവേൽ 2-ാം അധ്യായത്തിലെ ചോദ്യങ്ങളും ഉത്തരങ്ങളുമാണ്. ഒന്നാമത്തെ ചോദ്യം, അധ്യായം 2-ൽ എത്ര ശീർഷകങ്ങളുണ്ട്? അവ ഏതെല്ലാം? ഉത്തരം 2 ശീർഷകങ്ങൾ. 1 ഹന്നായുടെ കീർത്തനം, 2 ഏലിയുടെ പുത്രന്മാർ. രണ്ടാമത്തെ ചോദ്യം, ആരുടെ പ്രാർത്ഥനയോടെയാണ് 2-ാം അധ്യായം ആരംഭിക്കുന്നത്? ഉത്തരം ഹന്നായുടെ പ്രാർത്ഥനയോടെ, 2-1. 3 ഹന്നായുടെ ഹൃദയം ആരോടുള്ള സന്തോഷത്തെയാണ് പ്രകടിപ്പിക്കുന്നത്? ഉത്തരം കർത്താവിനോടുള്ള സന്തോഷത്തെ, 2-1. 4 ഹന്നായുടെ ശിരസ് ആരിലാണ് ഉയർന്നിരിക്കുന്നത്? ഉത്തരം കർത്താവിൽ, 2-1. 5 ഹന്നായുടെ അധരം ആരെയാണ് പരിഹസിക്കുന്നത്? ഉത്തരം ശത്രുക്കളെ, 2-1. 6 ഹന്നായുടെ പ്രാർത്ഥനയിൽ ദൈവത്തെ വിശേഷിപ്പിച്ചിരിക്കുന്നത് എപ്രകാരമാണ്? ഉത്തരം കർത്താവല്ലാതെ പരിശുദ്ധനായിട്ട് മറ്റാരുമില്ല, 2-2. 7 ആരെ പോലെ സുസ്ഥിരമായ ഒരു ആശ്രയമില്ല എന്നാണ് ഹന്ന പറയുന്നത്? ഉത്തരം നമ്മുടെ ദൈവത്തെ പോലെ, 2-2. 8 കർത്താവ് എങ്ങനെയുള്ള ദൈവമാണെന്നാണ് ഹന്ന പ്രഖ്യാപിക്കുന്നത്? ഉത്തരം സർവജ്ഞനായ ദൈവം, 2-3. 9 വീരന്മാരുടെ എന്ത് തകരുന്നതായിട്ടാണ് ഹന്ന പ്രാർത്ഥനയിൽ പറയുന്നത്? ഉത്തരം വില്ലുകൾ, 2-4. 10 ഹന്നായുടെ പ്രാർത്ഥനയനുസരിച്ച് 7 പേരെ പ്രസവിക്കുന്നത് ആരാണ്? ഉത്തരം വന്ധ്യ, 2-5. 11 കർത്താവ് എവിടേക്കാണ് ഇറക്കുകയും അവിടെ നിന്ന് കയറ്റുകയും ചെയ്യുന്നത്? ഉത്തരം പാതാളത്തിലേക്ക്, 2-6. 12 ധനികനും ദരിദ്രനുമാക്കുന്നത് പോലെ താഴ്ത്തുകയും ഉയർത്തുകയും ചെയ്യുന്നത് ആരാണ്? ഉത്തരം കർത്താവ്, 2-7. 13 കർത്താവ് ദരിദ്രനെ എവിടെ നിന്നുമാണ് ഉയർത്തുന്നത്? ഉത്തരം ധൂളിയിൽ നിന്ന്, 2-8. 14 കർത്താവ് അഗതിയെ സമുദ്ധരിക്കുന്നത് എവിടെ നിന്നുമാണ്? ഉത്തരം കുപ്പയിൽ നിന്നും, 2-8. 15 ഭൂമിയുടെ അടിത്തൂണുകൾ ആരുടേതാണെന്നാണ് ഹന്ന പറയുന്നത്? ഉത്തരം കർത്താവിൻ്റേത്, 2-8. 16 ദുഷ്ടന്മാർ ഉപേക്ഷിക്കപ്പെടുന്നത് എവിടെയാണ്? ഉത്തരം അന്ധകാരത്തിൽ, 2-9. 17 കർത്താവ് ആരെയാണ് ഛിന്ന ഭിന്നമാക്കുന്നത്? ഉത്തരം പ്രതിയോഗികളെ, 2-10. 18 കർത്താവ് പ്രതിയോഗികൾക്കെതിരെ ആകാശത്തിൽ എന്താണ് ചെയ്യുന്നത്? ഉത്തരം ഇടിമുഴക്കുന്നു, 2-10. 19 എൽക്കാന റാമായിലുള്ള ഭവനത്തിലേക്ക് മടങ്ങിയപ്പോൾ പുരോഹിതനായ ഏലിയുടെ സാന്നിധ്യത്തിൽ കർത്താവിന് ശുശ്രൂഷ ചെയ്തത് ആരാണ്? ഉത്തരം ബാലനായ സാമുവൽ, 2-11. 20 ഏലിയുടെ പുത്രന്മാർ എങ്ങനെയുള്ളവരായിരുന്നു? ഉത്തരം ദുർമാർഗികളും കർത്താവിനെ ബഹുമാനിക്കാത്തവരും, 2-12. 21 ഏലിയുടെ പുത്രന്മാർ മാനിക്കാതിരുന്നത് എന്താണ്? ഉത്തരം ജനങ്ങളിൽ നിന്നും പുരോഹിതന്മാർക്ക് ലഭിക്കേണ്ട വിഹിതത്തെ സംബന്ധിക്കുന്ന നിയമം,
2:13. 22. ബലിയർപ്പിച്ച മാംസം പാകം ചെയ്യുമ്പോൾ പാത്രത്തിൽ നിന്നും പുരോഹിതന് വേണ്ടി മുപ്പല്ലി കൊണ്ട് കുത്തി മാംസം എടുത്തിരുന്നത് ആരാണ്? ഉത്തരം പുരോഹിതന്റെ ഭൃത്യന്മാർ. 2:14. 23. ബലിയർപ്പിച്ച മാംസം പാകം ചെയ്യുമ്പോൾ പുരോഹിതന്റെ ഭൃത്യന്മാർ എന്തുകൊണ്ട് കുത്തിയാണ് പാത്രത്തിൽ നിന്നും മാംസം എടുത്തിരുന്നത്? ഉത്തരം മുപ്പല്ലി കൊണ്ട്. 2:14. 24. പുരോഹിതന്റെ ഭൃത്യന്മാർ ബലിയർപ്പിക്കുന്ന മാംസത്തിൽ നിന്നും എത്രയാണ് മുപ്പല്ലി കൊണ്ട് കുത്തിയെടുത്തിരുന്നത്? ഉത്തരം മുപ്പല്ലിയിൽ കിട്ടുന്നത് മുഴുവൻ. 2:14. 25. പുരോഹിതന്റെ ഭൃത്യന്മാർ ആർക്ക് വേണ്ടിയാണ് മാംസം എടുത്തിരുന്നത്? ഉത്തരം പുരോഹിതന് വേണ്ടി. 2:14. 26. പുരോഹിതന്റെ ഭൃത്യന്മാർ ആരോടാണ് ഇപ്രകാരം പ്രവർത്തിച്ചിരുന്നത്? ഉത്തരം ഷീലോയിൽ വന്നിരുന്ന ഇസ്രായേൽക്കാരോടെല്ലാം. 2:14. 27. പുരോഹിതന് വേണ്ടി പാകം ചെയ്യുവാൻ കുറെ മാംസം തരുക. പച്ച മാംസമല്ലാതെ വേവിച്ചത് അദ്ദേഹം സ്വീകരിക്കുകയില്ല. പുരോഹിതന്റെ ഭൃത്യന്മാർ ബലിയർപ്പിക്കുന്നവരോട് ഇപ്രകാരം വന്നു പറയുന്നത് എപ്പോഴാണ്? ഉത്തരം മേധസ് ദഹിപ്പിക്കുന്നതിന് മുമ്പ് തന്നെ. 2:15. 28. പുരോഹിതന് വേണ്ടി പാകം ചെയ്യുവാൻ കുറെ മാംസം തരുക. പച്ച മാംസമല്ലാതെ വേവിച്ചത് അദ്ദേഹം സ്വീകരിക്കുകയില്ല. ബലിയർപ്പിക്കുന്നവരോട് ഇപ്രകാരം വന്നു പറയുന്നത് ആരാണ്? ഉത്തരം പുരോഹിതന്റെ ഭൃത്യന്മാർ. 2:15. 29. പുരോഹിതന് വേണ്ടി പാകം ചെയ്യുവാൻ കുറെ മാംസം തരുക. പച്ചമാംസമല്ലാതെ വേവിച്ചത് അദ്ദേഹം സ്വീകരിക്കുകയില്ല. പുരോഹിതന്റെ ഭൃത്യന്മാർ ഇപ്രകാരം വന്നു പറയുന്നത് ആരോടാണ്? ഉത്തരം ബലിയർപ്പിക്കുന്നവനോട്. 2:15. 30. ബലിയർപ്പിക്കുന്നവൻ തടസ്സം പറയുന്നത് എങ്ങനെയാണ്? ഉത്തരം ആദ്യം മേധസ് ദഹിപ്പിക്കട്ടെ, എന്നിട്ട് നിങ്ങൾക്ക് ഇഷ്ടമുള്ളത് എടുക്കാം. 2:16. 31. ബലിയർപ്പിക്കുന്നവൻ തടസ്സം പറയുമ്പോൾ പുരോഹിതന്റെ ഭൃത്യന്മാർ എന്താണ് മറുപടി പറയുന്നത്? ഉത്തരം പോരാ, ഇപ്പോൾ തന്നെ വേണം, അല്ലെങ്കിൽ ഞാൻ ബലം പ്രയോഗിച്ച് എടുക്കും. 2:16. 32. ഏലിയുടെ പുത്രന്മാരുടെ എന്താണ് ദൈവസന്നിധിയിൽ ഗുരുതരമായി തീർന്നത്? ഉത്തരം പാപം. 2:17. 33. ഏലിയുടെ പുത്രന്മാരുടെ പാപം എവിടെയാണ് ഗുരുതരമായി തീർന്നത്? ഉത്തരം ദൈവസന്നിധിയിൽ. 2:17. 34. ഏലിയുടെ പുത്രന്മാരുടെ പാപം ദൈവസന്നിധിയിൽ ഗുരുതരമാകാനുള്ള കാരണം എന്തായിരുന്നു? ഉത്തരം അവർ കർത്താവിനുള്ള അർച്ചനയെ അശ്രദ്ധമായി വീക്ഷിച്ചത്. 2:17. 35. 2:18 അനുസരിച്ച് കർത്താവിന് ശുശ്രൂഷ ചെയ്തിരുന്നത് ആരാണ്? ഉത്തരം ബാലനായ സാമുവൽ. 36. ബാലനായ സാമുവൽ ധരിച്ചിരുന്നത് എങ്ങനെയുള്ള വസ്ത്രമാണ്? ഉത്തരം ചണനൂൽ കൊണ്ടുള്ള ഒരു വിശേഷ വസ്ത്രം. 2:18. 37. ഹന്ന ഭർത്താവിനോടൊപ്പം വർഷം തോറും
ബലിയർപ്പിക്കാനായി പോകുമ്പോൾ മകന് ഉണ്ടാക്കി കൊടുത്തിരുന്നത് എന്താണ്? ഉത്തരം ചെറിയ ഉടുപ്പ്. 2:19. 38. ബലിയർപ്പിക്കാൻ ചെന്ന എൽക്കാനയെയും ഭാര്യയെയും പുരോഹിതനായ ഏലി അനുഗ്രഹിച്ചത് എങ്ങനെയാണ്? ഉത്തരം കർത്താവിന് സമർപ്പിച്ച കുട്ടിക്ക് പകരം വേറെ സന്താനങ്ങളെ ഈ സ്ത്രീയിൽ നിന്നു തന്നെ ദൈവം നൽകട്ടെ എന്ന്. 2:20. 39. കർത്താവിൻ്റെ കടാക്ഷ നിമിത്തം ഹന്നായ്ക്ക് എത്ര മക്കളാണ് ഉണ്ടായത്? ഉത്തരം 3 പുത്രന്മാരും 2 പുത്രിമാരും. 2:21. 40. ബാലനായ സാമുവൽ വളർന്നത് എവിടെയാണ്? ഉത്തരം കർത്താവിൻ്റെ സന്നിധിയിൽ. 2:21. 41. തൻ്റെ പുത്രന്മാർ ഇസ്രായേൽ ജനത്തോട് ചെയ്തിരുന്നതിനെ പറ്റി ഏലി കേട്ടത് എപ്പോഴാണ്? ഉത്തരം ഏലി വൃദ്ധനായപ്പോൾ. 2:22. 42. തൻ്റെ പുത്രന്മാർ ആരോടൊത്ത് ശയിച്ചതിനെ പറ്റിയാണ് ഏലി അറിഞ്ഞത്? ഉത്തരം സമാഗമകൂടാരത്തിൻ്റെ പ്രവേശന കവാടത്തിൽ ജോലി ചെയ്തിരുന്ന സ്ത്രീകളോടൊത്ത്. 2:22. 43. ഏത് സ്ത്രീകളോടൊത്ത് പുത്രന്മാർ ശയിച്ചിരുന്ന വിവരമാണ് ഏലി അറിഞ്ഞത്? ഉത്തരം സമാഗമകൂടാരത്തിൻ്റെ പ്രവേശന കവാടത്തിൽ ജോലി ചെയ്തിരുന്ന സ്ത്രീകളോടൊത്ത്. 2:22. 44. നിങ്ങളുടെ എന്തിനെപ്പറ്റി ഓരോരുത്തർ പറയുന്നത് ഞാൻ കേട്ടുവെന്നാണ് ഏലി പുത്രന്മാരോട് പറഞ്ഞത്? ഉത്തരം ദുഷ്കൃത്യങ്ങളെപ്പറ്റി. 2:23. 45. നിങ്ങളെപ്പറ്റി ആര് പറഞ്ഞു കേൾക്കുന്ന കാര്യങ്ങൾ തീരെ നന്നല്ല എന്നാണ് ഏലി മക്കളോട് പറഞ്ഞത്? ഉത്തരം ദൈവജനം. 2:24. 46. മനുഷ്യൻ മനുഷ്യനോട് പാപം ചെയ്താൽ അവനു വേണ്ടി മധ്യസ്ഥം വഹിക്കുന്നത് ആരാണ്? ഉത്തരം ദൈവം. 2:25. 47. മനുഷ്യൻ കർത്താവിനോട് പാപം ചെയ്താൽ ആര് മധ്യസ്ഥം വഹിക്കുമെന്ന ഏലിയുടെ വാക്ക് പുത്രന്മാർ കേൾക്കാതിരുന്നതിൻ്റെ കാരണമെന്ത്? ഉത്തരം കർത്താവ് അവരെ നശിപ്പിക്കാൻ നിശ്ചയിച്ചിരുന്നതിനാൽ. 2:25. 48. 2:26 പ്രകാരം കർത്താവിൻ്റെയും മനുഷ്യരുടെയും പ്രീതിയിൽ വളർന്നു വന്നത് ആരാണ്? ഉത്തരം ബാലനായ സാമുവൽ. 49. നിന്റെ പിതാവിൻ്റെ കുടുംബം ഈജിപ്തിൽ ഫറവോയുടെ ഭവനത്തിൽ അടിമയായിരിക്കുമ്പോൾ ഞാൻ അവർക്ക് എന്നെ തന്നെ വെളിപ്പെടുത്തി. കർത്താവ് ഇപ്രകാരം പറയുന്നു എന്ന് ഏലിയുടെ അടുത്ത് വന്ന് പറഞ്ഞത് ആരാണ്? ഉത്തരം കർത്താവ് അയച്ച ഒരാൾ. 2:27. 50. കർത്താവ് അയച്ച ഒരാൾ ഏലിയുടെ അടുത്ത് വന്ന് കർത്താവ് എപ്രകാരം പറയുന്നു എന്നാണ് പറഞ്ഞത്? ഉത്തരം നിന്റെ പിതാവിൻ്റെ കുടുംബം ഈജിപ്തിൽ ഫറവോയുടെ ഭവനത്തിൽ അടിമയായിരിക്കുമ്പോൾ ഞാൻ അവർക്ക് എന്നെ തന്നെ വെളിപ്പെടുത്തി എന്ന്. 2:27. 51. നിന്റെ പിതാവിൻ്റെ കുടുംബം എവിടെ അടിമയായിരിക്കുമ്പോൾ ഞാൻ അവർക്ക് എന്നെ തന്നെ വെളിപ്പെടുത്തി എന്ന് കർത്താവ് പറയുന്നു എന്നാണ് കർത്താവ് അയച്ച ഒരാൾ ഏലിയോട് പറഞ്ഞത്? ഉത്തരം ഈജിപ്തിൽ ഫറവോയുടെ ഭവനത്തിൽ അടിമയായിരിക്കുമ്പോൾ. 2:27. 52. കർത്താവ് ഏലിയുടെ പിതൃഭവനത്തിന് എന്താണ് കൊടുത്തത്?
ഉത്തരം ഇസ്രായേൽ മക്കൾ ദഹനബലിക്കായി അർപ്പിച്ചതെല്ലാം. 2:28. 53. എനിക്ക് അർപ്പിക്കണമെന്ന് കൽപ്പിച്ചിട്ടുള്ള ബലികളെയും കാഴ്ചകളെയും നീ എങ്ങനെ നോക്കുന്നത് എന്തുകൊണ്ടാണെന്നാണ് കർത്താവ് ഏലിയോട് ചോദിച്ചത്. ഉത്തരം ആർത്തിയോടെ നോക്കുന്നത്. 2:29. 54. നീ ആരേക്കാൾ കൂടുതൽ നിന്റെ മക്കളെ ബഹുമാനിക്കുന്നെന്നാണ് കർത്താവ് ഏലിയോട് ചോദിച്ചത്. ഉത്തരം എന്നേക്കാൾ. എന്നേക്കാൾ എന്ന് പറഞ്ഞാൽ കർത്താവിനേക്കാൾ. 2:29. 55. 2:30 പ്രകാരം കർത്താവിൻ്റെ വാഗ്ദാനം എന്തായിരുന്നു? ഉത്തരം ഏലിയുടെയും ഏലിയുടെ പിതാവിൻ്റെയും കുടുംബം നിത്യവും കർത്താവിന് ശുശ്രൂഷ ചെയ്യുമെന്ന്. 56. 2:30 പ്രകാരം കർത്താവ് പ്രഖ്യാപിച്ചതെന്ത്? ഉത്തരം എന്നെ ആദരിക്കുന്നവരെ ഞാനും ആദരിക്കും, എന്നെ നിന്ദിക്കുന്നവർ നിന്ദിക്കപ്പെടും. 57. ഏത് ദിവസം ഇതാ അടുത്തിരിക്കുന്നു എന്നാണ് കർത്താവ് ഏലിയോട് പറഞ്ഞത്? ഉത്തരം വാർദ്ധക്യത്തിലെത്താൻ ആർക്കും ഇടയാകാത്ത വിധം നിന്റെയും നിന്റെ പിതൃകുടുംബത്തിൻ്റെയും ശക്തി കർത്താവ് ക്ഷയിപ്പിക്കുന്ന ദിവസം. 2:31. 58. ആർക്ക് ഞാൻ നൽകുന്ന അനുഗ്രഹങ്ങൾ കണ്ട് നിങ്ങൾ അസ്വസ്ഥരും അസൂയാലുക്കളുമാകുമെന്നാണ് കർത്താവ് പറഞ്ഞത്? ഉത്തരം ഇസ്രായേൽ ജനത്തിൽ മറ്റുള്ളവർക്ക്. 2:32. 59. നിന്റെ കുടുംബത്തിൽ പ്രായം ചെന്നവരായി മേലിൽ ആരും ഉണ്ടാവുകയില്ല. ആരുടെ കുടുംബത്തിൽ? ഉത്തരം ഏലിയുടെ കുടുംബത്തിൽ. 2:32. 60. ആരെ എൻ്റെ ബലിപീഠത്തിൽ നിന്ന് ഞാൻ വിച്ഛേദിക്കുകയില്ല എന്നാണ് 2:33 കർത്താവ് പറയുന്നത്? ഉത്തരം നിങ്ങളിൽ ഒരുവന്. 61. എന്തുകൊണ്ട് അവൻ്റെ കാഴ്ച മങ്ങുകയും ഹൃദയം ഉരുകുകയും ചെയ്യുമെന്നാണ് കർത്താവ് പറഞ്ഞത്? ഉത്തരം കണ്ണീരുകൊണ്ട്. 2:33. 62. ഏലിയുടെ സന്താനങ്ങൾക്ക് എന്ത് സംഭവിക്കുമെന്നാണ് പറയുന്നത്? ഉത്തരം അവർ വാളിനിരയാകും. 2:33. 63. ആരുടെ പുത്രന്മാരാണ് ഒരേ ദിവസം തന്നെ മരിക്കുമെന്ന് പറഞ്ഞത്? ഉത്തരം ഏലിയുടെ പുത്രന്മാരായ ഹോഫ്നിയും ഫിനഹാസും. 2:34. 64. കർത്താവ് വിശ്വസ്തനായ ഒരു പുരോഹിതനെ തെരഞ്ഞെടുക്കുമ്പോൾ അവൻ എങ്ങനെ പ്രവർത്തിക്കുമെന്നാണ് പറയുന്നത്? ഉത്തരം കർത്താവിൻ്റെ ഹൃദയാഭിലാഷം അനുസരിച്ച്. 2:35. 65. ആരുടെ കുടുംബമാണ് കർത്താവ് നിലനിർത്തുന്നത്? ഉത്തരം കർത്താവ് തിരഞ്ഞെടുത്ത വിശ്വസ്തനായ പുരോഹിതൻ്റെ. 2:35. 66. കർത്താവ് തിരഞ്ഞെടുത്ത വിശ്വസ്തനായ പുരോഹിതൻ നിത്യവും ശുശ്രൂഷ ചെയ്യുന്നത് എവിടെയായിരിക്കും? ഉത്തരം കർത്താവിൻ്റെ അഭിഷിക്തൻ്റെ സന്നിധിയിൽ. 2:35. 67. ഏലിയുടെ കുടുംബത്തിൽ അവശേഷിക്കുന്നവരെല്ലാം ആരോട് യാചിക്കുമെന്നാണ് പറയുന്നത്? ഉത്തരം പുരോഹിതനോട്. 2:36. 68. എന്തിനു വേണ്ടിയാണ് ഏലിയുടെ കുടുംബത്തിൽ അവശേഷിക്കുന്നവർ പുരോഹിതനോട് യാചിക്കുന്നത്? ഉത്തരം ഒരു വെള്ളിക്കാശിനും ഒരു കഷണം അപ്പത്തിനും വേണ്ടി. 2:36. 69. ഒരു കഷ്ണം അപ്പം ലഭിക്കുന്നതിന് വേണ്ടി എന്നെ എന്തിന് ചേർക്കണമേ എന്നാണ് അവർ യാചിക്കുന്നത്? ഉത്തരം ഏതെങ്കിലും ഒരു പുരോഹിത വൃത്തിക്ക് ചേർക്കണമേ എന്ന്. 2:36. 70. ഒരു കഷ്ണം അപ്പം ലഭിക്കേണ്ടതിന് എന്നെ ഏതെങ്കിലും ഒരു പുരോഹിത വൃത്തിക്ക് ചേർക്കണമേ എന്ന് ആര് ആരോട് യാചിക്കുമെന്നാണ്
പറയുന്നത്? ഉത്തരം, ഏലിയുടെ കുടുംബത്തിൽ അവശേഷിക്കുന്നവർ കർത്താവിൻ്റെ വിശ്വസ്തനായ പുരോഹിതനോട്. 2:36. ഇത്രയും ക്വസ്റ്റ്യൻസാണ് എഴുതിയിരിക്കുന്നത്. അപ്പോൾ ഇത് നല്ലോണം പഠിക്കുക. പിന്നെ എൻ്റെ ചാനൽ ആരെങ്കിലും ആദ്യമായിട്ട് കാണുന്നവരുണ്ടെങ്കിൽ, സബ്സ്ക്രൈബ് ചെയ്യാത്തവരുണ്ടെങ്കിൽ തീർച്ചയായും സബ്സ്ക്രൈബ് ചെയ്യണം. പിന്നെ എൻ്റെ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടമായെങ്കിൽ നിങ്ങൾ ലൈക്ക് ചെയ്യണം, ഷെയർ ചെയ്യണം, കമൻറ്റ് ചെയ്യണം, മറക്കരുത്. അടുത്ത വീഡിയോയിൽ നമുക്ക് വീണ്ടും കാണാം. ബൈ.